ഹായ് ഹലോ നമ്മുടെ ഹാൻഡ് കെയറിൻ്റെ രണ്ടാമത്തെ വീഡിയോ കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കൂട്ടത്തിൽ മുൾട്ടാണി മിട്ടിയും അതുപോലെ നാരങ്ങ നീരുമാണ് എടുത്തിരിക്കുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു സ്പൂണ് മുൾട്ടാണി മിട്ടി എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ വളരെ ചെറിയ എമൗണ്ട് ഗ്ലിസറിനും എടുത്തിട്ടുണ്ട്. ഗ്ലിസറിൻ നമുക്ക് ഒരുപാട് ആവശ്യമില്ല. ഗ്ലിസറിൻ ഒരുപാട് ഉപയോഗിച്ചാൽ നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് എമൗണ്ട് എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാലും അതുപോലെ അലോവേര ജെല്ലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലേക്കാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഒരു ടൊമാറ്റോൻ്റെ ഒരു കഷ്ണം എടുത്ത് ഞാൻ അതിൻ്റെ ജ്യൂസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഒരു ടോണർ എന്ന നിലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ് ടൊമാറ്റോ ജ്യൂസ്. അപ്പോൾ അത് 2 കൈയിലും നന്നായിട്ട് അപ്ലൈ ചെയ്തു. അതിന് ശേഷം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ കൈയുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി സ്മൂത്തായിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്കിലി 2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ചെറിയൊരു മസാജൊക്കെ കൊടുത്തിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മുടെ സ്കിന്നിൻ്റെ ഡിസ്കളറേഷനൊക്കെ പതിയെ നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ച് പാക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഞാനത് ഫേസിലും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. അതിന് കട്ട് ചെയ്തിട്ടുള്ള ഒരു ടൊമാറ്റോ വെച്ച് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ടോണർ എന്ന നിലയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം വാഷ് ചെയ്ത് കളയാതെ നമ്മുടെ പാക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പാക്കുകളാണ്. ഓരോ സ്കിൻ ടൈപ്പുകാർക്കും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഈ കാണിക്കുന്ന പാക്കുകളൊക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ പുറകിലോ അപ്ലൈ ചെയ്യുക. സെൻസിറ്റീവായ സ്കിന്നിൻ്റെ അടുത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അലർജി പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പാക്കുകളൊക്കെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. എനിക്ക് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഇത് ഒരുപോലെ ആകണമെന്നില്ല. അതുപോലെ നമ്മുടെ ഈ ഷോർട്സും വീഡിയോസൊക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ലൈക്കും ആണ് എൻ്റെ പുതിയ വീഡിയോ അല്ലെങ്കിൽ പുതിയ ഷോർട്സ് ഇടാനുള്ള പ്രചോദനം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ ലെമണിൻ്റെ തൊലി വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഫേസിൽ ഞാൻ ലെമൺ എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് എടുത്തിരുന്ന ടൊമാറ്റോൻ്റെ പീസ് വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത്. കൈ കൊണ്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്തിട്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക. കയ്യിൽ ഞാൻ ലെമൺ ജ്യൂസ് എടുത്ത ആ ഒരു തൊലി വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ. കൈ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പതിയെ നമ്മുടെ ഡിസ്കളറേഷനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയേ